ജ്ഞാനം 6:10-11 തിരുവചനങ്ങൾ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. അറിവ് നമ്മൾ കേട്ടാൽ മതി. എന്താ വിശ്വാസം? കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്നുമാണ്. കേട്ടാൽ മതി. വിശ്വാസം കേൾവി എന്നും ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അറിവിൽ നിന്നുമാണ്. അതാ വിഷയം. അപ്പം അറിവിന് വലിയ വിഷയമില്ല, അത് കേട്ടാൽ മതി. അതാണ് 10:17. വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി യേശുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അറിവിൽ നിന്നുമാണ്. അറിവിൽ നിന്ന് നമുക്ക് വിശ്വാസം ഉണ്ടാകുകയും വിശ്വാസം നമുക്ക് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും തരികയും ചെയ്യും. പക്ഷേ ഈ ആദ്യത്തെ സെക്ഷനിൽ നിന്ന് ചില ആൾക്കാർ ആദ്യത്തെ സെക്ഷനിലാണ് മരണം വരെ ജീവിക്കുന്നത്. അവർ വിശ്വസിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അവർക്ക് അനുഭവം കിട്ടുന്നു, ആ അറിവിൻ്റെ തലത്തിൽ നിൽക്കും. ഇനി ഇതിൻ്റെ സെക്കൻഡ് സെക്ഷനുണ്ട്. നമ്മൾ SLC കഴിഞ്ഞാൽ പിന്നെ എന്താ +1 +2 പിന്നെന്താ പ്രീ ഡിഗ്രി ഡിഗ്രി പിന്നെന്താ മാസ്റ്റർ ബിരുദം, അങ്ങനെ പോകും സംഭവം. അപ്പോൾ ഈ ബിരുദാനന്ദ ബിരുദവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കൃപയുടെ വ്യത്യസ്തങ്ങളായ ജ്ഞാനാനുഭവങ്ങളാക്കാൻ നമ്മൾ പോണത്. ഈ ജ്ഞാനാനുഭവങ്ങൾ വരുമ്പോൾ വിഷയം അവിടെ എന്താ വിഷയം? അവിടുത്തെ വിഷയം എന്ന് പറയണത് ദൈവം നമ്മളെ അറിവിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും അറിവുണ്ടാക്കുകയല്ല വേണ്ടത്. ബൈബിൾ മുഴുവൻ കാണാതെ പഠിച്ചു, ബൈബിൾ പല പ്രാവശ്യം പറഞ്ഞു, ബൈബിൾ ക്വിസിന് പങ്കെടുത്തു, സ്റ്റേറ്റിൽ 1ാം റാങ്ക് കിട്ടി. അതൊക്കെ അറിവ് തന്നെയാണ്. ഈ അറിവ് എങ്ങനെ നമുക്ക് ഉള്ള അറിവ് തന്നെ പെരുക്കി എടുക്കാൻ പറ്റും. പക്ഷേ അറിവ് സെക്കൻഡ് സെഷനിലേക്ക് വരുമ്പോൾ തീഷ്ണതയിലേക്ക് പോകണം. തീഷ്ണതയിലേക്ക് പോകണത് എങ്ങനെയാണ്? അറിവ് എങ്ങനെയാണ് ജ്ഞാനത്തിലേക്ക് പോണത്? അതിന് തീഷ്ണതയാണ് നമുക്കുണ്ടാകേണ്ടത്. പീഡിയാണ് ദൈവം അതാണ് ഉദ്ദേശിക്കുന്നത്. ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉടമ്പടി ഒരിക്കലും അറിവിൻ്റെയോ അതിശയത്തിൻ്റെയോ പ്രാർത്ഥനാ പദ്ധതിയല്ല, മറിച്ച് തീഷ്ണതയുടെയും ജ്ഞാനത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെ ആന്തരിക ആത്മാവിലേക്കുള്ള ഒരു ആത്മീയ യാത്രയാണിത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നമ്മൾ ജ്ഞാനം 6:10 എന്താ വായിച്ചത്? വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഉടമ്പടിയിൽ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം നീതുവിൻ്റെ സാക്ഷ്യത്തിൽ ഒന്നെന്താ വെച്ചാൽ, നീതുവിൻ്റെ സാക്ഷ്യം വിശുദ്ധമായി. ഇപ്പം നമ്മൾ പത്രം കൊടുക്കുന്നത് തന്നെ വിശുദ്ധമായ ഒരു കാര്യമാണ്. പത്രത്തിൻ്റെ പലതരത്തിലുള്ള സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകും. ഞങ്ങൾ ആൾക്കാർക്ക്, അയ്യോഭാവികൾക്കും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തവർക്കും ആവശ്യമില്ലാതെ വിമർശിക്കാൻ ഇടമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ്. പത്രത്തിൻ്റെ 10,000 അനുഭവങ്ങൾ അടക്കമുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അതിൽ ഒരു നീതു പത്രം കൊടുക്കാൻ എങ്ങനെയാണെന്നറിയാമോ? നീതു പറയണത്, ഞാൻ ഓരോ പത്രം കൊടുക്കും മുമ്പും ഞാൻ ഉറപ്പ് വരുത്തും. എന്താണ്? അവരെ എനിക്ക് പരിചയമില്ലാത്തവരാണ്, ക്രിസ്തുവിന് പരിചയമില്ലാത്തവരാണെന്ന്. ക്ഷുദ്രജീവികളുടെ കടികൾ കൊണ്ടും ചില മരുന്നുകൾ, കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായ മരുന്നുകൾ പലപ്പോഴും കഴിച്ചിട്ട് അതിൻ്റെ തന്മാത്രയുടെ കോമ്പൗണ്ടിൻ്റെ പെശകൾ കാരണം ചിലർക്ക് വിഷരക്തം ഉണ്ടായിട്ടുണ്ടെന്ന് ഈശോ പറയുന്നു. അവരുടെ മേൽ കർത്താവിന് വിശുദ്ധമായ രക്തം വിശുദ്ധമായ രക്തത്താൽ നിൻ്റെ ശരീരം ആരോഗ്യസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന സന്ദേശമുണ്ട്. വല്ലാത്ത മരയിപ്പ്
അവിചാരിതമായ തളർച്ചയും ഒക്കെ അനുഭവിക്കുന്ന ശരീരങ്ങളാണ്. നിമിഷം ശരീരത്തിൽ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചെയ്തിട്ട് കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ചിലരുടെ തലയിൽ തെറ്റായ ധാരണകൾ നൽകിയിട്ട് ഗതി പിടിക്കാത്ത അവസ്ഥകൾ. എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ അത് ഇന്നത് കൊണ്ടാണ്, എൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും, ഞാനൊരു കാലത്തിന് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ തലവിധികൾ കർത്താവ് പൊളിച്ചെടുത്തുന്ന ശ്രുതികട്ടെ. ഞങ്ങളുടെ ധാരണകളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ചിന്തകളെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ജീവിത ദൈവത്തിന് നമ്മുടെ ഇടയിൽ അതിൻ്റെ ഫുൾ സ്വിങ്ങിലെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ബിബ്ലിക്കൽ ഫോർമുലയാണത്. ബൈബിളിൻ്റെ വെളിപാട് കാലം മുതൽ തന്നെയുള്ള ഒരു ബൈബിൾ സൂത്രവാക്യമാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ പവർ നമ്മൾ പവർലെസ്സായി കഴിയുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമ്മുടെ ബോഡിയുടെ ഒരു കുഴപ്പമാണ്. നമ്മുടെ മനസ്സ്, കർത്താവ് പറഞ്ഞില്ലേ, ബോഡിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ഉണ്ടാകും. മനസ്സൊക്കെ പവർഫുള്ളാകും, പക്ഷേ മനസ്സ് എത്തണ സ്ഥലത്തേക്ക് ശരീരം നടന്നെത്തത്തില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു അസസ്മെൻ്റ് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പച്ചപിടിച്ച് കിടക്കുന്നത്. എന്താണ്? ദൈവം അവസാനം ഇത് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യും, വിലയിരുത്തും. എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാതിൽ, ധാരണയുടെ ഒരു വാതിൽ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കണം. ഒരിക്കലും അടക്കാത്തൊരു വാതിലാണത്. ഏത് കാലാവസ്ഥയിലും നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ഈ കാർഡ് നമ്മളെ കാണിക്കും. അത് വലിയൊരു ആശ്വാസമാണ്. എന്താണ്? നിനക്ക് മനസ്സുണ്ട്, പക്ഷേ നിൻ്റെ ശരീരം വീക്കാണ്. അതെന്ത് രസമാണ് കേൾക്കാൻ. അതെപ്പോഴാണ്? ചോര വിയർക്കണ സമയത്ത് പോലും നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കൈയടിക്കട്ടെ. ഈശോയുടെ സ്നേഹമൊക്കെ അളന്നിട്ടുള്ള രാക്ഷസന്മാരുണ്ട്. ആധ്യാത്മിക ദൈവസ്നേഹത്തിൻ്റെ രാക്ഷസ രൂപങ്ങൾ. അവരൊക്കെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒരു വാതിൽ എപ്പോഴും നമ്മളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഫസ്റ്റ് അജണ്ടയല്ല. അതാണ് നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ആധാരം. അതാണ് ദൈവദൃശ്യത്തിന് വരുന്നൊരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ബേസിക് പ്രിൻസിപ്പിളല്ല. ഇപ്പോൾ അമേരിക്കൻ വിസയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളെ അവരെ നാട്ടിൽ കയറ്റാതിരിക്കുന്ന ബേസിക് പ്രിൻസിപ്പിളാണ്. അതിനൊരു പല പല കാര്യങ്ങൾ പറയും, പല പല വിഷയങ്ങൾ, പല പല നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലെല്ലാം എന്താണ്? ദയവായിട്ട് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്തത്, ഞങ്ങളിവിടെ എങ്ങാനും ജീവിച്ചു പോട്ടെ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അവർ പറഞ്ഞ, ഇപ്പം ഞാൻ ചിക്കാഗോയിൽ നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ വീട്ടിൽ പോയി. അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴേ വൈറ്റ് താമസിക്കുന്നില്ല. എവിടെയെങ്കിലും വൈറ്റ് താമസിക്കണില്ല, എന്നുവെച്ചാൽ വെള്ളക്കാർ താമസിക്കണില്ല അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോഴെല്ലാം നീഗ്രോസാണ് ഞങ്ങളെ അവിടെ ഒരു നീഗ്രോ എന്നൊക്കെ പറയാൻ പാടില്ല. അതൊക്കെ വലിയ അവിടെയെല്ലാം ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ ബ്ലാക്ക് എന്ന് പറയും. അവിടെ ബ്ലാക്കുകളാണ് വന്ന് ഞങ്ങളെ സ്വീകരിച്ചത്. അവിടെയെങ്കിലും വൈറ്റ്, പണ്ട് വൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അവിടെ. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ അല്ലെങ്കിൽ ഈ ബ്രൗൺ അല്ലെങ്കിൽ ഇന്ത്യൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻസ് ബ്ലാക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഈ വൈറ്റ് പതുക്കെ അവിടെ നിന്ന് മാറും, അവർ മാറിപ്പോകും. ഒരു ചേച്ചി, ഒരു ഇന്ത്യക്കാരത്തി എന്നോട് പറഞ്ഞു, ഞാൻ വെളുപ്പിന് 2 മണിക്ക് എഴുന്നേക്കും. എന്താ കാര്യം? എൻ്റെ അപ്പുറത്ത് താമസിക്കുന്നത് വൈറ്റാണ്. അവർക്ക് നമ്മുടെ മസാലയുടെ മണം കേട്ട അപ്പം ഛർദ്ദിക്കുന്നു. അപ്പോൾ നമുക്ക് നിസ്സാരമല്ലേ വിഷയം സീരിയസാണ്. ഭയങ്കര സീരിയസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളൊന്നും ഉപയോഗിക്കരുത്. കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, അവർക്ക് എൻ്റെ അനുഭവം പൊട്ടിക്കണ പോലെ ആ മണം സഹിക്കാൻ പറ്റാതെ. അല്ലെങ്കിലും കടുകിനൊരു വിടക്ക് മണമാണ് നമുക്കറിയാം. അപ്പോൾ ഇത് ഓരോ മനുഷ്യന്മാർക്കും ഓരോ സംസ്കാരമല്ലേ, തമ്മിൽ യോജിക്കത്തില്ല ഒരിക്കലും, ഓരോ സംസ്കാരമാണ്. അതുകൊണ്ട് ബേസിക് പ്രിൻസിപ്പിൾ ആൾക്കാരുടെ റിജക്ഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിജക്ഷനാണ് മനുഷ്യന്മാരുടെ ബേസിക് പ്രിൻസിപ്പിൾ. സ്നേഹമല്ല ശരിക്കും പറഞ്ഞാൽ. സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കൊള്ളുന്നതല്ല, അക്കോമഡേറ്റ് ചെയ്യുന്നതല്ല, റിജക്റ്റ് ചെയ്യുന്നതാണ്. അത് ഇന്ത്യൻ സംസ്കാരമുണ്ട്, റിജക്ഷൻ ഉള്ളതാണ്. കണ്ട,
നമസ്കാരം എന്നൊക്കെ പറയത്തില്ലേ? എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം കൊണ്ട് ജീവിച്ചോളാം, എന്നെ തുറണ്ട, നീ നിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളുടെ അങ്ങോട്ട് സ്തുതി പറയും, ഇങ്ങോട്ട് സ്തുതി പറയും. അപ്പോൾ നമ്മളതിനൊക്കെ കുറച്ച് കോണോട്ടേഷൻ, ഒരു കുറച്ച് അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെതല്ല നിൻ്റെതാണെന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ബേസിക് ഇത് ഹിന്ദുയിസത്തിൻ്റെ അല്ല. ഇത് ഈ നമസ്കാരമൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾ ഓർക്കും അത് ഹിന്ദുയിസത്തിൻ്റെ ആണല്ലോ, ഹൈന്ദവ സംസ്കാരമല്ല, ബൗദ്ധിസ്റ്റ് സംസ്കാരമാണ്. യവന്മാരാണ് ഇതിൻ്റെ ആണിക്കല്ലുകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തൊടരുത്, ഞാൻ നിന്നെയും തൊടത്തില്ല. അത് സംഭവം അവേർഷനാണ്. മനുഷ്യൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അങ്ങനെയല്ല, അങ്ങനെയാണ് ശരിക്കും. അത് അകത്തും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ രീതിയിൽ അടിസ്ഥാന പ്രിൻസിപ്പിൾ ഇതാണ്. അതുകൊണ്ട് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും, ഏതെങ്കിലും വകുപ്പ് കണ്ടുപിടിക്കും. അവർ ഇന്ന ജാതിയാണ്, അവർ നമ്മുടെ ആൾക്കാരല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന് വിഭാഗ്യതയുടെ മതിലുകൾ കിട്ടും. ഈശോയുടെ ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം മതിലുകൾ പൊളിക്കുക എന്നാണ്. ആ മതിലെങ്ങനെയാണ് പൊളിച്ചെന്ന് പൗലോസ് പറയുന്നുണ്ട്. അവൻ ശരീരം കൊണ്ട് മതിലുകൾ പൊളിച്ചു എന്ന്. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. എഫേസോസ് 2-14 മുതലുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 2:14. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ നമ്മുടെ സമാധാനം. കേട്ട് പറയുക. അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. This is why I promote Jesus. എന്തുകൊണ്ടും നിങ്ങൾ ജീസസിനെ പരിചയപ്പെടണം. കാരണം എന്താ? അവന് ജാതിയില്ല, മതമില്ല. മനുഷ്യനെ വേർതിരിക്കുന്ന മതിലുകൾ, അവൻ പാപത്തിൻ്റെ മതിലുകൾ അവൻ്റെ ശരീരം കൊണ്ട് അവൻ ഇടിച്ചു തകർത്തു. എന്താണ്? ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. താഴെയുള്ള വചനങ്ങൾ വായിച്ച്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അപ്പൊ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ എന്താ? അത് ബേസിക്കായിട്ട് രമ്യതയുടെ സുവിശേഷമാണ്. എൻ്റെ പേര് ദീപാരാജ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും ചെങ്ങന്നൂർ പുലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 6-ാം തീയതിയാണ്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ആദ്യത്തെ നിയോഗം എൻ്റെ മകനൊരു ജോലിക്കാര്യമായിരുന്നു. വർഷങ്ങൾ കൊണ്ട് ലഭിക്കാത്ത ഒരിതായിരുന്നു. മകന് പ്രൈമറി കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ടായിരുന്നു. മോന് ഇപ്പോൾ 28 വയസ്സുണ്ട്. BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. 3-ാം നാൾ മുതൽ മാതാവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ തുടങ്ങി. മകൻ്റെ ജോലി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ 10-20 നാൾ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ മോൻ്റെ എല്ലാ കാര്യങ്ങളും ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കങ്ങനെ ഇരിക്കുക പീരിയഡായി. നേരം നമുക്കറിയത്തില്ലല്ലോ, അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞാൻ 8 ദിവസം ഉടമ്പടി പ്രാർത്ഥനയും ഒന്നും ചൊല്ലിയില്ല.
വീണ്ടും ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് ചോദിച്ചപ്പോൾ ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞു, മോളെ അതിന് കുഴപ്പമൊന്നുമില്ല, കുളിച്ചിട്ട് അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്തോളാമെന്ന്. അടുത്ത പ്രാവശ്യം വീണ്ടും ആയപ്പോൾ കുളിച്ചിട്ട് ചെയ്തെങ്കിലും എനിക്ക് അശുദ്ധം പോലെ, അയ്യോ മാതാവ് പരിശുദ്ധയാണല്ലോ, അശുദ്ധയാകുമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ 3-ാമത്തെ മാസം മുതൽ എനിക്ക് പീരിയഡ് ഇല്ല. ഇവിടെ വരുമ്പോൾ 3 മാസമായിട്ടും പീരിയഡ് ഒന്നുമില്ല. ഒരു ചേച്ചി പറഞ്ഞു അങ്ങനെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നിന്നെ മാതാവ് അനുഗ്രഹിച്ചതാണെന്ന്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായി. സന്ധ്യ ആയപ്പോഴത്തേനും എനിക്ക് പ്രാർത്ഥിക്കാനും ഒന്നും പറ്റുന്നില്ല. തല കറങ്ങി വീണ് മരിച്ചു പോകുന്ന അവസ്ഥയായി. അന്നേരത്തേന് എൻ്റെ മൂത്ത ഒരു മകനുണ്ട്. അതിന് ശേഷം 2ാമത്തെ ഇരട്ട ആമക്കളാണ്. അവർ 2 പേരുടെ സ്കൂട്ടറിലിരുത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഉടൻ തന്നെ ഡോക്ടർ ട്രിപ്പ് ഇട്ട് 2-3 ഇഞ്ചക്ഷൻ തന്ന് കിടത്തുകയും ചെയ്തു. അതിന് ശേഷം ഉടനെ പറഞ്ഞു, മോളെ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന്. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട ഉടനെ പറഞ്ഞു പെട്ടെന്നൊരു സ്കാൻ നടത്തണമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ 2 ഓവറിയിലും ഓരോ മുഴയുണ്ടെന്ന്. എത്രയും പെട്ടെന്ന് 2 ഓവറിയും എൻ്റെ യൂട്രസും എടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനിയാണ്. പുള്ളിയോട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. എനിക്കല്ല, എൻ്റെ മാതാവും തിരുകുമാരനേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. അങ്ങനെ ഇരിക്കാൻ മാതാവിനെ വിളിച്ച് അതുപോലെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്ത് വേറെ ഒരു ഡോക്ടറിനെ കൂടി ഒന്ന് ചെന്ന് കാണാൻ. ഈ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഞാൻ ചോദിച്ചു ഓണത്തിന് മുമ്പ് ഓപ്പറേഷൻ ചെയ്താൽ മതിയോ എന്ന്. ഡോക്ടർ പറഞ്ഞു ഓണവും ക്രിസ്തുമസും എല്ലാം ഇങ്ങനെ വന്നു പോകും, എത്രയും പെട്ടെന്ന് യൂട്രസ് ഓവറിയും എടുക്കണമെന്ന്. കാരണം എന്നെ നോക്കാൻ ആരുമില്ല, 3 മാസം ബെഡ് റെസ്റ്റ് വേണം. അങ്ങനെ ഇരിക്കുക ചെറിയനാട് ഒരു ഡോക്ടർ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി. ആ ഡോക്ടർ പറഞ്ഞു മോടെ ആരോഗ്യനില തീരെ വഷളാണല്ലോ, ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ. അന്നേരം ഓപ്പറേഷന് മുമ്പേ ടെസ്റ്റ് ചെയ്ത് എല്ലാ റിപ്പോർട്ടിലും ഈ ബ്ലഡിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞു നാളെ വരാൻ. നാളെ എൻ്റെ മകനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ചോദിച്ചു, മോളെ നിൻ്റെ കൂടെ ആരാ വന്നിരിക്കുന്നത്, ഹസ്ബൻഡാണോ മോനാണോ എന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ മോനാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ എടുത്തു. ഉടനെ ബുക്കിംഗ് ചെയ്തു. ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ പേര് ലളിതാംബിക, നമ്മുടെ മാതാവിൻ്റെ പേര് മരിയാംബിക. പെട്ടെന്ന് തന്നെ ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നു. ആലപ്പുഴയിൽ ആ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു പാപ്സ്മിയർ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന്. ഈ ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ജോസഫ് അച്ഛനെ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ജോസഫ് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശി വയറിൽ കുരിശ് വരയ്ക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. എനിക്കൊരു കാശ് രൂപം നൽകി. അത് ഞാൻ എൻ്റെ ഫയലിൽ സൂക്ഷിച്ചു. ഹോസ്പിറ്റലിൽ പോകുന്ന എൻ്റെ സ്കാനിങ്ങിൻ്റെ എല്ലാം റിപ്പോർട്ടിൽ സൂക്ഷിച്ച് ഞാൻ പോയി എൻ്റെ ടെസ്റ്റ് എല്ലാം നടത്തിയപ്പോൾ എനിക്കെല്ലാം നോർമലാണ്, ക്യാൻസറും ഇല്ല, ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും എനിക്ക് പീരിയഡ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുക 2 മാസവും അതുപോലെ തന്നെ 20 ദിവസവുമായി. ഞാൻ ജപമാല റാലിക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് വീട്ടിൽ. രാത്രി 10 മണിയായി. എല്ലാം എൻ്റെ പുതിയ ചുരിദാറ്, ഡ്രസ്സ്, ചെരുപ്പ് എല്ലാം എനിക്ക് മാതാവ് പുതിയത് തന്നു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. രാത്രി 10 മണിയായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു നമുക്ക് ജപമാല റാലിക്ക് പോകാമെന്ന് പറഞ്ഞു വണ്ടിയും എല്ലാം ബുക്കിങ് ചെയ്തു. 2 മാസവും 20 ദിവസവും വരാത്ത പീരിയഡ് അന്ന് രാത്രിയിൽ എനിക്ക് വന്നു. ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചു, മാതാവേ എന്തോ എനിക്ക് തന്നത് ഞാൻ റാലിക്ക് വരാൻ ഒരുങ്ങിയതാണല്ലോ, നീ എന്നെ എന്താ ഈ ചെയ്ത? അന്നേരം മാതാവ് അടയാളം തന്നിട്ട് എന്നോട് ചോദിച്ചു നീ എൻ്റെ റാലിക്ക് വരുമോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് സംഭവിച്ചാലും ഞാൻ 100% മാതാവിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുവാണെന്ന്. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇവിടെ വന്ന് വെളിയെ മാല ചാർത്തി മെഴുകുതിരി മേടിച്ചു കൊടുത്തു. ഈ അകത്തൊന്നും എനിക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ റാലിയിൽ പോയി. നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കടൽ തീരം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്ത് വരുവാണേലും കടൽ തീരത്ത് കിടക്കുക, ആംബുലൻസിൽ പോകും, എന്ത് വേണേലും ചെയ്തോട്ട്, പക്ഷേ ഞാൻ മാതാവിനെ 100% വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങുവാന്ന് പറഞ്ഞു. ഇറങ്ങി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലാസ്റ്റ് കടൽ തീരം കഴിഞ്ഞ് നമ്മളൊരു
ഒരു കാട് പോലെയുള്ള ഒരു വഴിയുണ്ട്. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ട്, സാറാമ്മയും കാർത്തികയെന്ന് പറയുന്നത് 2 ഫ്രണ്ട്സ്. അവരെൻ്റെ ദൃക്സാക്ഷികളാണ്. ഞങ്ങൾ അതിൽ അങ്ങോട്ട് കയറി. അന്നേരത്തിന് റാലി അപ്പുറത്തെ വഴിക്കൂടെ പോയി കയറി. ഇപ്പുറത്തൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ അറുത്തുങ്കൽ പള്ളിയാണ്. പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു, നല്ല മുടിയും ചിരിച്ചോണ്ടുള്ള മോഹം. എൻ്റെ കൂട്ടുകാർ 2 പേരും കണ്ടത്. അവർ ദൃക്സാക്ഷികളാണ്. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നത് ആരാണെന്ന്. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പോകുന്ന വഴി തെറ്റാ, ഒരു പാറയിലോട്ടാണ് കയറാൻ പോകുന്നത്, അവിടെ അപകടമാണ്, അതുവഴി ഇപ്പുറത്തൂടെ ഇറങ്ങി പോകാനെന്ന്. ഞങ്ങൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം വീണ്ടും അത് എതിലെയാണ് വന്നതെന്ന് അറിയത്തില്ല, കടലിൽ കൂടിയാണോ എങ്ങനെയാണെന്ന്. ഒരു കൈലി ഉടുത്തിട്ടുണ്ട്, താഴെ വരെ നീല കളറിലൊരു കൈലിയാണ്, കളങ്കളമുള്ള മുടിയും ഉണ്ട് നല്ലപോലെ. വന്നിട്ട് വീണ്ടും പറഞ്ഞു അത് തെറ്റാണ്, ഇതുവഴി പോകും. പിന്നെ ഞങ്ങളുടെ 3 പേരുടെയും കൂടെ നടന്നു വന്നു. തിരിച്ചു പോയിട്ട് 3ാമത് വന്നു, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആക്കിത്തരാമെന്ന് പറഞ്ഞ് കൂടെ 3 പേരുടെയും കൂടെ വന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാരാന്ന്. പുഞ്ചിരിച്ച മോഹമാണ്, പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കുന്നില്ല. ഞാൻ നോക്കുന്നുണ്ട്, എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി റാലിയിലോട്ടാക്കുകയും ഉടനെ എൻ്റെ മനസ്സ് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് അങ്ങ് മുമ്പ് പോയിക്കോട്ടെ, ഞാൻ ഓടിച്ചെന്ന് കയറിയാൽ മതിയല്ലോ. ഞാൻ പുറകിലോട്ട് ഓടിച്ചെന്ന്. മാതാവ് പറഞ്ഞു, നീ പോയി നോക്കത് ആരാണെന്ന്. ഓടിച്ചെന്ന് പുറകിൽ നോക്കിയപ്പോൾ ആളിനെ കാണുന്നില്ല. എങ്ങോട്ട് പോയെന്ന്, മുമ്പിൽ പോയോ പുറകിൽ പോയോ ഇടത്തോട്ട് പോയോ വലത്തോട്ട് പോയോ ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഞങ്ങൾ വന്ന് ബസ്സിൽ കയറാൻ വേണ്ടി വന്ന് 2 ബസ് ആലപ്പുഴ. ഞങ്ങൾക്ക് തിരിച്ച് കൃപാസനം പള്ളി വരണ്ടല്ലോ, ആലപ്പുഴയ്ക്ക് വന്നാൽ മതി ചെങ്ങന്നൂർ വരാൻ വേണ്ടി. 3 പേരും ബസ്സിൽ കയറാൻ വേണ്ടി തുടങ്ങുമ്പോൾ 2 ബസ്സിലും കയറാൻ പറ്റുന്നില്ല. 3ാമതൊരു ബസ് വന്നു. അത് കൃപാസനം പള്ളി വന്നിട്ട് നമ്മുടെ ആലപ്പുഴ വരെയുള്ള ബസ്സാണ്. അന്നേരം ഞങ്ങൾക്ക് കൃപാസനത്തിൽ ഇറങ്ങേണ്ടി ഒരു കാര്യവുമില്ലല്ലോ. വണ്ടിയെ കയറിയപ്പോൾ തന്നെ എനിക്ക് തീരെ വയ്യാതെയായി, ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയായി. പണ്ട് എനിക്ക് ഛർദ്ദിലുണ്ടായിരുന്നു. എനിക്ക് ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ ചെങ്ങന്നൂരിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിഞ്ഞ ഉടനെ എനിക്ക് ഭയങ്കര ഛർദ്ദിലാണ്. ഞാൻ മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ചുകൊണ്ടിട്ടുണ്ട് 2ാമത് ഞാൻ വന്നത്. എനിക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ല, എൻ്റെ ഛർദ്ദിലും പരിപൂർണമായിട്ട് മാറി. വീണ്ടും ആ പണ്ടത്തെ ഓർമ്മ വന്നു. എൻ്റെ ബാഗും പേഴ്സും ഫോണും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് സാറാമ്മയെന്ന് പറയുന്ന ആളിൻ്റെ കൊടുത്തിട്ട് ഞാൻ ഈ ഇട്ടിരിക്കുന്ന തുണിയും ജീവനോടെ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. കണ്ടക്ടറിനോട് പറഞ്ഞു വണ്ടി നിർത്ത്. കണ്ടക്ടർ വണ്ടി നിർത്തിയില്ല. വീണ്ടും ഛർദ്ദിൽ ഭയങ്കരമായിട്ട് വന്നു. ഞാൻ വിചാരിച്ചു പുള്ളിയുടെ ദേഹത്തോട്ട് ഛർദ്ദിലെല്ലാം വീണെന്നേ. പക്ഷേ പുള്ളി വണ്ടി നിർത്തിയില്ല. ഈ കൃപാസനം പള്ളിയുടെ ഇപ്പറേ ഞാൻ വരുന്നത് അപ്പുറത്തൂടാ. 2ാമത് വന്നപ്പോൾ അപ്പറേ എന്നെ മാതാവ് ഇറക്കി, ഒരു കുഴപ്പവും ഇല്ലാത്ത ഛർദ്ദിലും ഒന്നുമില്ലാതെ. റാലി കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ അപ്പറേ ഇറങ്ങി. അവിടെ എല്ലാം കുറേ പൂഴി മണ്ണാ, കടൽ തീരത്തുനിന്ന് കയറി വരുന്ന പോലെ. അവിടുന്ന് വന്നതുപോലെ തന്നെ എന്നെ ഓടുന്ന ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് എന്നെ ഞാൻ ആ പൂഴി മണ്ണിൽ കൂടി എല്ലാം നടന്ന് ചവിട്ടി കയറി നേരെ ഇതുവഴി വന്നു. എന്നെ ഇനിയും പള്ളി കയറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. 7 സാക്ഷ്യങ്ങൾ സാധിച്ച് ഞാനൊന്നും പറയാതിരിക്കുമായിരുന്നു. നീ പോയിട്ട് ഈ സാക്ഷ്യം പറയാൻ മാതാവ് പറഞ്ഞു. ഇവിടെ കടൽ തീരത്ത് കണ്ടത് സാക്ഷ്യം ഇറങ്ങി പറയാന്ന്. ഞാൻ ഇവിടുന്ന് ഇറങ്ങി അപ്പറേ ഒരു ചേച്ചിയുണ്ട് ചായ വിൽക്കുന്നത്. ആ ചേച്ചിയുടെ കസേരയിൽ പോയി തല താത്തിട്ടിരുന്നു. ഈ കൃപാസനം പള്ളി വന്ന ചേട്ടനോടും ചേച്ചിയോടും എല്ലാം ചോദിച്ചാൽ എനിക്കൊരു ഛർദ്ദിലിൻ്റെ ഗുളിക തരുമോന്ന്. അവരെല്ലാം പറഞ്ഞു ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ചേച്ചി ഇവിടെ ഇരിക്കുക, ഞങ്ങളിവിടെ നോക്കട്ടെ മെഡിക്കൽ സ്റ്റോർ വല്ലതും ഉണ്ടോന്ന്. അവർ പോയപ്പോഴത്തേനാ ചായക്കടയിലെ ചേച്ചിയോട് ഞാനൊന്നും പറഞ്ഞില്ല. ആ ചേച്ചി എന്നോട് പറയാം, മോനൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് എഴുന്നേറ്റ് ആ മാതാവിൻ്റെ അടുത്ത് പോയി കിടന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഛർദ്ദിലും എല്ലാം മാറ്റി എന്നെ വീട്ടിൽ ഒരു കുഴപ്പവും ഇല്ലാതെ എത്തിക്കണേന്ന്. അന്നേരത്തേന് ഫ്രണ്ട്സ് 2 പേര് ഓടി വന്നിട്ട് പറഞ്ഞു ഇവിടെ മെഡിക്കൽ സ്റ്റോർ ഒന്നുമില്ല, ചേച്ചി വാ നമുക്ക് വല്ലതും കഴിക്കാം. ഒന്നും കഴിക്കാഞ്ഞിട്ടായിരിക്കും വന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, നിങ്ങൾ പോയി കഴിച്ചോളാൻ. അന്നേരം അവിടുന്ന് എന്നെ മാതാവ് എഴുന്നേപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെളിയിൽ ആ പൂമാല ചാർത്തുന്ന മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഛർദ്ദിൽ മാറ്റിത്തരണേന്ന്. മാറ്റിത്തന്നു. എനിക്ക് എൻ്റെ മെഴുകുതിരി കത്തിക്കുമ്പോൾ എല്ലാ രൂപങ്ങളും വരാറുണ്ട്. ഈ 11ാമത്തെ അൾത്താരയിലെ മാതാവ് വന്നിട്ടുണ്ട്, 13ലെ മാതാവ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹൃദയമാണ് വരുന്ന, ഹാർട്ട്. ഞാൻ ഒരു ഗവൺമെൻറ് ആശുപത്രി പേശിത പ്രവർത്തനം ചെയ്യുന്ന പത്രങ്ങൾ കൊടുക്കുകയാണ്. അതിലൊരു ക്രിസ്ത്യൻ ചേച്ചിയുണ്ട്. പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, മോളെ ഇത് മാതാവിൻ്റെ വിമല ഹൃദയമാണോ യേശുവിൻ്റെ തിരുഹൃദയമാണോ?
ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു ഹിന്ദുവായി എനിക്ക് അറിയത്തില്ലെന്ന്. ഞാൻ വീട്ടിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് മാതാവിനോട് തിരുകുമാരനോട് ചോദിച്ചു, ഇതാരുടെ ഹൃദയമാണ്? ഉടനെ എനിക്ക് തീ കത്തുന്ന മെഴുകുതിരിക്കകത്ത് കുരിശ് വന്നു. എന്നെ വളരെ പെട്ടെന്ന് തന്നെ മാതാവ് തിരുകുമാരനുമായിട്ട് അടുപ്പിക്കുമായിരുന്നു. അന്ന് അവിടെ ജപമാല റാലി കണ്ടത് അത് ഈശോയായിരുന്നു. ജീവനോട് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു. എനിക്കതിന് ശേഷം യാതൊരു ബുദ്ധിമുട്ടും ഒരു കുഴപ്പമില്ല. സാമ്പത്തികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും, എൻ്റെ ഭയങ്കര കടബാധ്യത ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ പകുതി മുക്കാലോളം മദ്യപാനം മാറി. അതാണ് എൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ നിയോഗം. എനിക്ക് മെഴുകുതിരിക്കകത്ത് എല്ലാ രൂപങ്ങളും വരും. യേശുവിനെ മുൾക്കിരീടം അണിയിച്ച് കൊണ്ടുവന്ന കുരിശി തറച്ച് കിടക്കുന്നത് ഹൃദയം തന്നെ ഹൃദയം വരുന്നു. ഒരു ദിവസം എനിക്ക് മെഴുകുതിരി തീർന്നു പോയായിരുന്നു. അന്നേരം ഞാൻ, മാതാവേ, മെഴുകുതിരി ഇല്ലാതെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വീട്ടിലിരുന്ന് ഒരു മെഴുകുതിരി എടുത്ത് വെള്ളം മെഴുകുതിരി വെച്ച് കത്തിച്ചു. ഉടനെ അതിൻ്റെ അകത്ത് എനിക്ക് ഹാർട്ട് വന്നു. എനിക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് മാതാവിൻ്റെ കൂടെയുണ്ട്. ഇത് ജപമാല റാലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മെഴുകുതിരി കത്തിച്ചപ്പോൾ ഈ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതെനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫോണിൽ ക്യാമറ ഇല്ല. ഞാൻ എൻ്റെ മോനെ വിളിച്ചാണ് എൻ്റെ ഇതെല്ലാം ഫോണിലെടുക്കുന്നത്. ഈ ഫോണിൻ്റെ അകത്തെല്ലാം കിടപ്പുണ്ട്. കൃപാസന മാതാവ് വന്ന് പറഞ്ഞ, ഞാനാ എൻ്റെ മോനുമായിട്ട് നിന്നെ കൊണ്ട് ഞാൻ അടുപ്പിച്ചതെന്ന് അത് പറയാനാ മാതാവ് വന്നത്. എന്ത് അടയാളം തന്നാലും ഇപ്പോൾ എനിക്കറിയാം. പിന്നെ എനിക്ക് റാലി കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം എനിക്ക് നോർമൽ പീരിയഡാണ്. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഒരു ബുദ്ധിമുട്ടും ഒരു ഓപ്പറേഷനും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എല്ലാ രീതിയിലും എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയാണ് ഇപ്പോൾ എൻ്റെ കൂടെ കൂടുതലും. വിളിച്ചാൽ വിളിപ്പുറത്ത് ജീവനോടെ വന്ന് ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഞാൻ മെഴുകുതിരി കത്തിച്ച് സത്യം ചെയ്തിരിക്കുക. മരിക്കുന്നിടം വരെ ഞാൻ ഉടമ്പടിയിലായിരിക്കും ജീവിക്കുന്നത്. എനിക്കിങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം. പേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിലെല്ലാം തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഈ പത്രം എന്നിൽ നിന്നും ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ആരും മേടിക്കാതിരിക്കത്തില്ല. എല്ലാവരും മേടിച്ച് നന്ദിയായിട്ടാണ് സ്വീകരിക്കുന്നത്. പിന്നെ പേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇതുവരെ ഞാൻ പൊതിച്ചോറ് ഒന്നും കൊടുക്കാൻ തുടങ്ങിയില്ല. അത് അടുത്ത ആഴ്ച മുതൽ തുടങ്ങും. എൻ്റെ കയ്യിൽ എൻ്റെ അടുത്ത് വന്ന് ആര് കൈ നീട്ടുന്നോ അവർക്ക് എന്നാൽ കഴിയുന്ന പൈസയുമായിട്ടുള്ള സഹായം ഞാൻ ചെയ്യാറുണ്ട്. എവിടെ ഞാൻ പോയാലും ഒരാളന്ന് ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് വന്ന് കൈ നീട്ടും. ഉടൻ തന്നെ ഞാൻ അവരുടെ കയ്യിൽ 20 ആണെങ്കിൽ 20, 50 ആണെങ്കിൽ 50 അതെടുത്ത് കൊടുക്കും. അങ്ങനെയുള്ള പേക്ഷിത പ്രവർത്തനങ്ങളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. ഇപ്പം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതേ ഉള്ളൂ. ഇതിനോടുകൂടി ഞാൻ വെച്ച് എല്ലാ നിയോഗങ്ങളും സാധിക്കും. പേരട്ട മക്കൾക്കാണെങ്കിൽ അവർക്കും കയറിപ്പോകാനുള്ള പേപ്പറും എല്ലാം കൊടുത്തു വെച്ചിരിക്കും. അവരെയും കൊണ്ട് ഇനിയും ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം അവരുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അതുപോലെ തന്നെ ഈ 2-3 പേരെ നേരിട്ട് ഇവിടെ ഉടമ്പടി കൊണ്ടുവന്ന് എടുപ്പിച്ചു. അവർക്ക് നല്ല നല്ല അനുഗ്രഹങ്ങളാണ്. യൂട്യൂബിൽ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനവും ആരാധനയും എല്ലാം കൂടാറുണ്ട്. പ്രാർത്ഥനയെല്ലാം കറക്റ്റ് 5:15 ആകുമ്പോൾ രാവിലത്തേതും വൈകിട്ടത്തേതും എല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്യും. അതിനുശേഷം എനിക്കിപ്പോൾ നല്ല ധൈര്യവും നല്ല ശക്തിയും എല്ലാം ഉണ്ട്. എനിക്കിപ്പോൾ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. അതുപോലെ എന്നെ അനുഗ്രഹിച്ചേക്കുവാ, എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങളാണ് എനിക്ക് മാതാവ് ഈശോയും നൽകുന്നത്. ഞാൻ മരിക്കുന്നിടം വരെ എനിക്ക് ഉടമ്പടി ജീവിക്കണമെന്നാണ് ഞാൻ എൻ്റെ മാതാവിനോടും തിരുകുമാരനോടും പറയുന്നത്. പിന്നെ എല്ലാവർക്കും ഞാൻ സ്റ്റാറ്റസ് ഇടും. എന്നും ജോസഫ് അച്ഛൻ്റെ ധ്യാനവും എല്ലാം ഇടാറുണ്ട്. ഇനിയും 5-6 പേർ എൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണ് ഞങ്ങളുടെ അവിടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. യേശുവിൽ പ്രിയമുള്ളവരെ, ദീപ രാജു ചങ്ങനാശ്ശേരിയുടെ സാക്ഷ്യം. യൂട്രസിലുണ്ടായിരുന്ന സിസ്റ്റം മോൾക്കുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും പരിശുദ്ധമ്മ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെടുത്തുകയാണ്. നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചുകൊണ്ട് പ്രതിഷീകരണ പ്രാർത്ഥനയും വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി ജീവിതം എങ്ങനെയാണോ എന്നാണ്
അമ്മയുടെ നോട്ടം. ഉടമ്പടി ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ യൂട്യൂബിൽ ആരാധനയിലും പ്രതിഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരമുള്ള ഉടമ്പടി പ്രാർത്ഥനയിലും ഒരു മുടക്കം കൂട്ടാതെ ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയപ്പോൾ പരിശുദ്ധമ്മ പല രൂപത്തിലായിട്ട് പല ഇടങ്ങളിലായിട്ട് അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. തിരി കത്തിക്കുമ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന മാതാവിനെയും 13ാമത്തെ കൗണ്ടറിലിരിക്കുന്ന മാതാവിനെയും നമ്മുടെ അൾത്താരയിൽ ജീവനോടുകൂടി പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ രൂപങ്ങളും ആ മോൾക്ക് കാണിച്ചു കൊടുത്ത് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. അമ്മയുടെ സ്നേഹം ഇതാണ്. അമ്മ കൂടെ സഞ്ചരിക്കുകയാണ്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഈ മോളുടെ കൂടെ നടന്നുകൊണ്ട് അവളോട് സംസാരിച്ചുകൊണ്ടും ഇടത്തോട്ട് പോകുക വലത്തോട്ട് പോകുക, ജപമാല റാലിക്ക് പോയപ്പോൾ നീ മുന്നോട്ട് കയറുക എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളോട് സംസാരിക്കുകയാണ്. ഈശോയുടെ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. മനോഹരമായ മുഖമാണ് ഈശോടതും അവൾ കാണാനിടയായെന്ന് പറയുകയുണ്ടായി. ഉടമ്പടി ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് നിങ്ങൾ ചോദിക്കുന്നത്, അമ്മയിൽ സമർപ്പിക്കുന്നത് തൻ്റെ പുത്രനിൽ നിന്ന് അമ്മ ഉടനടി പരിഹരിച്ച് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, ജീവനോടുകൂടി ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മ നിങ്ങളുടെ സങ്കടം സന്തോഷമാക്കി മാറ്റും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. നിനക്ക് എതിരെ വരുന്ന ശത്രുക്കൾ അകന്നു പോകും. യേശുവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ വഴി ഈ ദീപ രാജുവിന് കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം.